നിമിത്തം. രചന വി കെ അശോകൻ. ഓഫീസിൽ നിന്നും തിരിച്ചെത്തി അലസമായിരിക്കുമ്പോഴാണ് ഫേസ്ബുക്ക് തുറന്നു. കൈവിരൽ കൊണ്ട് തോണ്ടി തോണ്ടി താഴേക്കിറങ്ങുമ്പോൾ പീപ്പിൾ യു മേ നോ എന്ന തലക്കെട്ടിലൊരു മുഖം കണ്ടു. നല്ല പരിചയമുള്ള മുഖം. ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നു. മനസ്സിൽ നിന്ന് നിറഞ്ഞിരുന്ന അതേ പുഞ്ചിരി. കൈവിരൽ നിശ്ചലമായി. ഇമച്ചി മാതാ ഫോട്ടോയിൽ തന്നെ നോക്കിയിരുന്നു. അനില? അയാളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഇത്രയും കാലം എവിടെയായിരുന്നു? കോളേജിൽ പഠിക്കുമ്പോൾ 1 വർഷത്തോളം ദിവസവും കണ്ടുകൊണ്ടിരുന്ന പെൺകുട്ടി. കാലത്ത് സ്റ്റോപ്പിൽ, കോളേജ് വരാന്തകളിൽ ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് അവളെ കാണാൻ വേണ്ടി മാത്രം അവളുടെ ക്ലാസ്സിന് മുന്നിലൂടെ നടക്കും. പക്ഷേ എന്തുകൊണ്ടോ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല. എന്തൊക്കെയോ പറയാതെ പറഞ്ഞു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരുപാട് പ്രേമലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവൾക്ക് കൊടുക്കാനായി ഒരെണ്ണം എഴുതണമെന്ന് തോന്നിയില്ല. കോളേജ് വിടുന്ന സമയമായി. ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു അനില. ഇനി 2 വർഷം ഇവിടെ ഉണ്ടാവും. അവളെ കാണാൻ വേണ്ടി മാത്രം കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. മറ്റൊരു PG കൂടെ ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചു. നടക്കുന്ന കാര്യമില്ല. അച്ഛൻ്റെ അഭാവത്തിൽ അമ്മയുടെ ഏതോ മാന്ത്രികതയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഉടനെ ഒരു ജോലി, അതായിരുന്നു ലക്ഷ്യം. റിസൾട്ട് അറിഞ്ഞുടനെ തുടങ്ങിയ യാത്ര ഇതാ ഇതുവരെ ഈ മണലാരണ്യത്തിൽ. അയാൾ അനിലയുടെ സ്റ്റാറ്റസ് നോക്കി. സിംഗിളാണ്. ഭാഗ്യം. ഫ്രണ്ട്സിനെ നോക്കി. പരിചയമുള്ളവർ ആരുമില്ല. വിറയാർന്ന കൈവിരൽ തുമ്പുകൊണ്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. പിന്നീട് പലതവണ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ ആകാംക്ഷയുടെ മുൾമനയിൽ അമ്മയെ വിളിക്കാൻ മറന്നുപോയി. ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എന്നെ ഓർക്കുന്നുണ്ടാവുമോ? ഒടുവിൽ കണ്ടത് ബസ് സ്റ്റോപ്പിൽ വെച്ചാണ്. അന്ന് അവൾക്ക് കൊടുക്കാൻ ഒരു നിറമുള്ള കവർ കരുതിയിരുന്നു. അകത്ത് കവറിൻ്റെ അതേ നിറമുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പർ. അതിലൊന്നും എഴുതിയിട്ടില്ല. കവർ ഒട്ടിക്കുന്ന ഭാഗത്ത് കുനുകുനെ എഴുതി, ഇറ്റ് സീംസ് ടു ബി എംപ്റ്റി ബട്ട് എവറിത്തിങ് ഈസ് ഇൻ ഇറ്റ്. അയാൾ അതിശയിപ്പിച്ചുകൊണ്ട് അവൾ അപ്പോൾ തന്നെ കവർ തുറന്നു. കടലാസ് തിരിച്ചു മറിച്ചും നോക്കി. ഒടുവിൽ കുനുകുനയുള്ള വാക്കുകളിലൂടെ കണ്ണുകൾ ഓടുന്ന കണ്ടു. അപ്പോഴേക്കും ബസ് വന്നിരുന്നു. ബസ്സിൽ കയറിയ ശേഷം അവളിൽ വിരിഞ്ഞ പുഞ്ചിരിയാണ് മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത്. ആലോചിച്ചൊന്ന് മയങ്ങി. അപ്പോഴാണ് ഫോൺ ശബ്ദിച്ച്. ഇന്നലെ വിളിക്കാത്തതുകൊണ്ടാണോ അമ്മ ഇത്ര നേരത്തെ ഇങ്ങോട്ട് വിളിച്ച്? സമയം 6:30. ഓഹ്, അവിടെ 8 മണിയായി കാണുമല്ലോ. അമ്മ ഇന്നലെ വിളിക്കാത്തതിൻ്റെ പരിഭവം പറഞ്ഞു. എന്നത്തെയും പോലെ കല്യാണക്കാര്യത്തിലേക്ക് കടന്നു. എന്താ നിന്റെ തീരുമാനം? ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോണോടാ? എത്ര ആലോചനയാ വരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞിട്ടുള്ളൂ വെച്ചിട്ടാ? എന്താ നീയൊന്നും പറയാത്ത? അയാളൊന്നും പറഞ്ഞില്ല. രാവിലെ തന്നെ എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കണ്ട. അല്ല, നീ അവധിക്കും വരണില്ലേ? ഇപ്പം തന്നെ 1.5 വർഷമായി. അമ്മ തിടുക്കം കൂട്ടുകയാണ്. നാട്ടിലെത്തിയാൽ നേരിട്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്താലോ? അയാൾ പറഞ്ഞു. അമ്മ അധികം വൈകാതെ വരാം. വൈകാതെ വന്നാൽ നല്ലത്. ഞാനിനി എത്ര കാലം വെച്ചിട്ടാ? ഒരു നെടുവീർപ്പോടെ അമ്മ ഫോൺ വെച്ചു. ഒരവധി ദിവസത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയായല്ലോ. കണ്ണുകൾക്ക് നല്ല ഭാരം തോന്നുന്നു. ഉറക്കം വരുന്നതുമില്ല. ഇനി വൈകിയ മെസ്സിറക്കും. പിന്നെ പുറത്തേക്ക് ഇറങ്ങണം. വെയിലിന്റെ ചൂടോർക്കുമ്പോൾ അതും വയ്യ. മടിച്ച് അയാൾ എഴുന്നേറ്റു. ഭക്ഷണം കഴിഞ്ഞ് വെറുതെ ഉലാത്തുമ്പോൾ വീണ്ടും ഫേസ്ബുക്ക് തുറന്നു. നോട്ടിഫിക്കേഷൻസ് ആണ് ആദ്യം നോക്കിയത്. തന്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തൊന്നില്ലാത്ത സന്തോഷം. ലോകം കീഴടക്കിയ പോലെ. ഇല്ല, എന്നെ മറന്നിട്ടില്ല. മെസ്സഞ്ചറിൽ അനില കൈവീശി കാണിച്ചിരിക്കുന്നു. വിജയ് കൂടി പാറിക്കുന്ന പോലെ അയാൾ ടൈപ്പ് ചെയ്തു. തന്നെക്കുറിച്ച് കൂടുതൽ പറയണം? വേണ്ട. അവസാനം മനസ്സ് പറഞ്ഞു. ഞാനിപ്പോൾ ഷാർജയിലാണ്. നാട്ടിലേക്ക് ഉടനെ വരുന്നുണ്ട്. വരുമ്പോൾ ഒന്ന് കാണണമെന്നുണ്ട്. അയാൾ അത്രയും ടൈപ്പ് ചെയ്ത് ഫോർവേഡ് ചെയ്തു. പിന്നെ ഫോൺ നോക്കിയിരുന്നു. അധികം വൈകാതെ ഒരു മിന്നലാട്ടം പോലെ അവൾ ഓൺലൈനിൽ വന്ന് മറഞ്ഞു. വരുമ്പോൾ ഒന്ന് കാണണം. വരില്ലേ? അയാൾ ആവേശത്തോടെ മറുപടി അയച്ചു. തീർച്ചയായും. ഇപ്പം എന്ത് ചെയ്യുന്നു? മറുപടിയൊന്നും വന്നില്ല. ഫോൺ നോക്കിയിരുന്നപ്പോൾ അയാൾ തീരുമാനിച്ചു. കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. നാട്ടിലേക്ക് പോവന്നെ. മുമ്പ് നാട്ടിൽ പോയപ്പോഴൊന്നും കാണാൻ കഴിഞ്ഞില്ല. ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ബന്ധുവീടുകൾ, അമ്പലങ്ങൾ. അമ്മ വീടിന് പുറത്തിറങ്ങുന്ന ചുരുങ്ങിയ അവധി ദിനങ്ങളിൽ മാത്രമായിരിക്കും. എന്തായാലും അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അനിലയുടെ കാര്യം അമ്മയോട് നേരിട്ട് പറയാം. അമ്മ സമ്മതിക്കും. നിനക്കിഷ്ടമുള്ള ആര് വേണിച്ചാലും കൊണ്ടുവന്നോ. ഇത്തിരി വൃത്തിയും വെടിപ്പുണ്ടാവണമെന്നേ ഉള്ളൂ. അമ്മ പലപ്പോഴും പറയാറുള്ളത് അതാണ്. അവധി ദിവസമായിരുന്നിട്ടും അയാൾ ബോസിനെ വിളിച്ചു. സർ, ഒന്ന് നാട്ടിലേക്ക് പോകണമെന്നുണ്ട്. എന്തു പറ്റിയിടോ? ഇനി എമർജൻസി? ഇല്ല സർ, അമ്മ വിളിച്ചിരുന്നു. നാട്ടിൽ പോയിട്ട് കുറച്ചായി. തന്നെ ലീവ് ഡ്യൂ ആയിട്ടുണ്ടോ? ഓക്കെ, നാളെ തന്നെ അപ്ലൈ ചെയ്യുക. ഇന്ന് തീയതി 2 അല്ലേ? 20 പുറപ്പെടുന്ന പോലെ പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സർ. പോയിട്ടൊരു കല്യാണം കഴിക്കടോ. ജീവിതം ഇങ്ങനെ മുരടിപ്പിക്കാതെ. ഒടുവിൽ ബോസും പറയുന്ന കല്യാണക്കാരി. നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ പലതവണ മെസ്സഞ്ചറിലേക്ക് നോക്കി. മറ്റു മെസ്സേജുകളൊന്നുമില്ല. വരാൻ സാധ്യതയില്ല. പണ്ടേ അങ്ങനെയായിരുന്നല്ലോ.
അവിടെ കാണണമെന്ന മെസ്സേജാണ് തന്നെ മാടി വിളിക്കുന്നത്. ഞാനിതാ വരുന്നു എന്ന് അമ്മയോട് പറയിപ്പിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ മനസ്സിലൊരു കുട്ടിയുണ്ട് അമ്മേ. അമ്മ ആകാംക്ഷയോടെ നോക്കി. പിന്നെ ഒറ്റയടിക്ക് ഒരുപാട് ചോദ്യങ്ങൾ. ആരാ? ഞാനറിയോ? നീ ഇതുവരെ എന്തേ പറയാഞ്ഞേ? ഇവിടെ അടുത്തുള്ള കുട്ടിയാണോടാ? ആ, ഞാൻ PG പഠിക്കുമ്പോൾ അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരുന്നു. പേരനില്ല. നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ മകളാ. ഏത്? ആ പുത്തമ്പുരയിലെ വാടക താമസിച്ചിരുന്നവരോ? അതെ. അമ്മ അറിയോ? അവർ പോയിട്ട് 5-6 വർഷമായില്ലേ. 2 പെൺകുട്ടികളല്ലേ? കണ്ടിക്കണമെന്ന് തോന്നണം. ഓർമ്മ വരുന്നില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? അല്ല, ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ ആ കുട്ടി സിംഗിളാണ്. എനിക്ക് ഈ ഫേസ്ബുക്കും കുന്ത്രാണ്ടൊന്നും അറിയില്ല. അതിനുണ്ട് ഈ സ്റ്റാറ്റസൊക്കെ. അയാൾ ചിരിച്ചു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഒന്ന് കണ്ടു നോക്കാം. ആ, ഞാൻ നാളെ തന്നെ ഇറങ്ങിക്കോ. ഈ അവധിക്ക് തന്നെ കല്യാണം നടക്കണം. നിന്റെ ഇഷ്ടത്തിന് അമ്മ എതിര് നിൽക്കില്ല. അത്രയും പറഞ്ഞ അമ്മ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. അങ്ങനെയല്ലേ വേണ്ടെന്ന് ചോദിക്കുന്ന പോലെ. നീയും ഇത് എത്ര കാലമായിട്ട് നാട് വിട്ട് നടക്കുക? ആദ്യം മദ്രാസ്, പിന്നെ ബോംബെ, ഇപ്പോൾ ഷാർജ. ഒക്കെ നല്ലതിന് തന്നെ. എന്നാലും അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ ഒരുങ്ങി കാപ്പി കുടിച്ച ശേഷം ഇറങ്ങി. അമ്മയുടെ മുഖത്ത് പതിവിൽ കവിഞ്ഞ സന്തോഷം കണ്ടു. പലചരക്കട നടത്തുന്ന ശങ്കരൻ നായർക്ക് അറിയാമായിരിക്കും. അയാൾ ഊഹിച്ചു. ഊഹം ശരിയായി. ശങ്കരൻ നായർ പറഞ്ഞു, ഗോപി മാഷ് ഇപ്പോൾ വേങ്ങശ്ശേരിയില്ല. ഇവിടുന്ന് പോയ പിന്നെ 1-2 തവണ കണ്ടിരുന്നു. ഇപ്പൊ കുറേയായി കണ്ടിട്ട്. എന്താ കാര്യം? ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അഡ്രസ് ഉണ്ടോ? അയ്യോ, അഡ്രസ് ഇല്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ല. ഗോപി മാഷിയുടെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും അറിയും. അവിടുത്തെയും പോസ്റ്റ് മാഷായിരുന്നല്ലോ. ശരിയാണ്, ഒന്നുമില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെങ്കിലും അന്വേഷിക്കാം, അയാൾ മനസ്സിൽ പറഞ്ഞു. ബസ് ഇറങ്ങുമ്പോൾ 1-2 മഴത്തുള്ളി തലയിൽ വീണ പോലെ. ആകാശത്ത് കാർമേഘങ്ങളില്ല, ഇളം വെയിലുണ്ട്. തോന്നിയതാണോ? അല്ല, ചെറുതായി മഴ പൊടിയുന്നുണ്ട്. നല്ല നിമിത്തമായിരിക്കും. ആദ്യം കണ്ട ഓട്ടോക്കാരനോട് ചോദിച്ചു, ഇവിടെ പഴയൊരു പോസ്റ്റ് മാഷ് ഉണ്ടായിരുന്നല്ലോ, ഗോപി മാഷ്. ആടെ വീടറിയോ? അയാൾ തലയാട്ടിക്കൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ചോദിച്ചു, മാഷ് എവിടുന്ന് വരുന്നേ? ഇത്തിരി ദൂരെന്നാ. അത്രയും പറഞ്ഞ് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അയാൾ ഇരുന്നു. അല്ലെങ്കിൽ എന്താണ് പറയുക, ഉള്ളി നിറയെ ആകാംക്ഷയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം താൻ അനിലയെ കാണുന്നു. അതെ, ഏതാണ്ട് 8 വർഷം. കാണുമ്പോൾ എന്തു പറയണം, എങ്ങനെ തുടങ്ങണം? അനില വീട്ടിലുണ്ടാകുമോ? ഇല്ലെങ്കിൽ വീട്ടുകാരോട് താൻ ആരാണെന്ന് പറയും. ചാറ്റിൽ മഴ ശക്തമായി. മഴ നോക്കിയ അയാൾ ഇരുന്നു. ഓട്ടോ ഒരു കയറ്റം കയറുമ്പോൾ അയാൾ പ്രതീക്ഷയുടെ അത്യുന്നതിയിലായിരുന്നു. ഒരു ഗേറ്റിന് മുമ്പിൽ ഓട്ടോ നിന്നു. ഇതാട്ടോ വീട്, ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവർക്ക് പൈസ കൊടുത്ത് ഓട്ടോയിൽ നിന്നിറങ്ങുമ്പോഴേക്കും മഴ നിന്നു. പതുക്കെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ചെറിയ നെഞ്ചിരിപ്പുണ്ടായിരുന്നു. കാർ പോർച്ചിൽ ഇരുവശങ്ങളിലായി കുറച്ച് പേര് ഊണഴിക്കാനിരിക്കുന്നു. അയാൾ സമയം നോക്കി. 12:30 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഇങ്ങോട്ട് കയറേണ്ടിയിരുന്നില്ല. തിരിഞ്ഞ് നടന്നാലോ? ഒരു നിമിഷം അയാൾ അങ്ങനെ ആലോചിച്ചു. ഒരാൾ മുന്നോട്ട് വന്നു. വരൂ വരൂ, എന്താ സംശയിച്ച് നിൽക്കണേ? ഇവരൊക്കെ ഇപ്പം ഇരുന്നതേ ഉള്ളൂ. മറുപടി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അടുത്ത നിർദ്ദേശം വന്നു. ഇതാ അവിടെ കൈ കഴുകിക്കോളൂ. അനുസരിക്കാൻ നിവൃത്തിയില്ല. ഇനി ഊണഴിക്കുക തന്നെ. ഒരില അയാൾക്കായി കാത്തിരുന്ന പോലെ, അയാൾക്കായി വിളമ്പി വെച്ചിരുന്ന പോലെ. അച്ചാറ്, പപ്പടം, കായ വറുത്ത്, ചക്കര വരട്ടി, അവിയൽ, എരിശ്ശേരി, കാളൻ, പച്ചടി, തോരൻ. അങ്ങനെ ഒരു ബഹുക്കേമം സദ്യവട്ടം. ഇലയിലെ ഊണ് അയാൾക്ക് ഇഷ്ടമാണ്. നാട് വിട്ട് പോയി കഴിഞ്ഞാൽ സദ്യ, ഓണം, വിഷു, ക്രിസ്മസ്, ഈദ്, മറ്റു ഉത്സവങ്ങൾ എന്നിവയോടൊക്കെ ഇഷ്ടം കൂടിക്കൂടി വരും. ഇതൊരു നിമിത്തമായിരിക്കാം. അയാൾ പതുക്കെ ഊണ് കഴിച്ചു തുടങ്ങി. ഇടക്ക് മുഖമുയർത്തി ഒന്ന് പരതി നോക്കി. അനിലയുടെ മുഖം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, കാണാനില്ല. ജാനകിയുടെ മകനാണോ? അടുത്തിരുന്നയാൾ ചോദിച്ചു. എന്താണ് പറയേണ്ടതെന്നൊരു നിമിഷം സംശയിച്ചപ്പോൾ അയാൾ വീണ്ടും, അല്ല, ബോംബെയിലുള്ള ജാനകിയുടെ അല്ല. പലരും തന്നെ നോക്കുന്നുണ്ട്. പരിചയമില്ലാത്ത ഒരാൾ. അയാൾക്ക് പറയണമെന്ന് തോന്നി. ഞാൻ അന്യനല്ല. അയാൾ എല്ലാ വിഭവങ്ങളും സ്വാദോടെ കഴിച്ചു. പണ്ടേ ഒന്നും കളയുന്ന ഇഷ്ടമല്ല. കഴിച്ചയില കണ്ടാൽ എച്ചിലയാണെന്ന് തോന്നില്ലെന്ന് പലരും കളിയാക്കാറുണ്ട്. ഒരു ചെറിയ കുട്ടി പന്തും തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ കുട്ടിയുടെ പിറന്നാളാവുമോ? ഒടുവിൽ മധുരം വിളമ്പി. അടപ്രഥമൻ, തനിക്കേറെ പ്രിയപ്പെട്ട പായസം. അമ്മ താൻ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്. ചുറ്റിലും ഇരുന്ന പലരും എഴുന്നേറ്റ് തുടങ്ങി. അപ്പോഴാണ് ആരോ മുന്നിൽ വന്ന് നിന്ന്. അനിലയാണോ? അല്ല, മറ്റൊരു സ്ത്രീ. വിനോദല്ലേ? അവർ ചോദിച്ചു. ഞാൻ അജിത, അനിലയുടെ ചേച്ചിയാ. അയാൾ ഭവ്യതയോടെ ചിരിച്ചു. പിന്നെ ചോദിച്ചു, എന്നെങ്ങനെ അറിയാം? അനില പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഫോട്ടോയും കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനി കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. കുറച്ചുകൂടെ പായസം?
വിളമ്പുന്നയാൾ ചോദിക്കുകയും പിന്നെ മറുപടിക്ക് കാത്തു നിൽക്കാതെ വിളമ്പുകയും ചെയ്തു. മനസ്സിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പി നിന്നുകൊണ്ട് മധുരം വീണ്ടും നുണഞ്ഞു. പതിവ് പോലെ ഇല തുടച്ച് നക്കി. അയാൾ ചോദിച്ചു, അതിലെവിടെ കണ്ടില്ലല്ലോ? അജിത് ഒരു നിമിഷം അയാളെ നിർവികാരതയോടെ നോക്കി. പിന്നെ ചോദിച്ചു, അപ്പ അറിഞ്ഞില്ലേ? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു, എന്ത്? അവര് നിർത്തി പറഞ്ഞു, ഞാൻ വിചാരിച്ചത് അറിഞ്ഞിട്ട് വന്നാണെന്നാ. അവള് പോയി. ഇന്ന് 16-ാം പക്കമാ. അയാൾ ഞെട്ടിത്തരിച്ചിരുന്നു. ഇലയിൽ തഴുകിക്കൊണ്ടിരുന്ന കൈ ചലനമറ്റ് നിന്നു. വിനോദിന്റെ മെസ്സേജ് കിട്ടുമ്പോൾ അവൾ ആശുപത്രിയിലായിരുന്നു. ക്യാൻസറാണെന്ന് അറിയാൻ വൈകി. ആർക്കും രക്ഷപ്പെടുത്താനും പറ്റിയില്ല. അവർ വിതുമ്പി. വിനോദിനെ കുറിച്ച് എന്നോട് പറയാറുണ്ടായിരുന്നു, ഒടുവിലൊന്ന് കാണണമെന്നും. അയാളുടെ മുഖം ഭാരം കൊണ്ട് കുനിഞ്ഞു. തുടച്ചു വൃത്തിയാക്കിയ ഇലയിൽ അനിലയുടെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. നോക്കിയിരിക്കുക ആ മുഖം കണ്ണീരിൽ കുതിർന്നു. വീണ്ടും മഴ പെയ്തു തുടങ്ങിയതോ കണ്ണീരിൽ കുതിർന്ന ഇല ആരോ ചുരുട്ടിയെടുക്കുന്നതോ അയാൾ അറിഞ്ഞില്ല.